സാധാരണ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയ ലേഡി നന്നായിട്ടൊക്കെ ആഹാരം കഴിക്കുന്നുണ്ടാകും. പക്ഷേ ചെക്കപ്പിന് പോകുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് അവരുടെ ഗർഭസ്ഥ ശിശു ഒപ്റ്റിമം വെയിറ്റിന്റെ ആയിട്ടില്ല എന്ന്. കുഞ്ഞിന്റെ വെയിറ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ പ്രഗ്നൻസിയുടെ ടൈമിൽ നിങ്ങൾ ഒരുപാട് കഴിച്ചാൽ നിങ്ങളുടെ വെയിറ്റ് ആണ് കൂടുന്നത്. നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റും ഒപ്പം കൂടുന്നുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല. കുഞ്ഞിന്റെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ പെർട്ടിക്കുലർ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് കുഞ്ഞിന്റെ വെയിറ്റ് ഹെൽത്തി ആയി നോർമലായി വെക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ഡയറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു പവർ പാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് പ്രഗ്നൻസിയിൽ നിങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും അധികം ബെനിഫിറ്റ് ആണ് ഉള്ളത്. ഡെയിലി ബേസിസിൽ നിങ്ങൾ 5 തൊട്ട് 10 ബദാം കുതിർത്ത് കഴിക്കുക, 1 തൊട്ട് 2 ആക്രൂട്ട് കഴിക്കുക, 5 തൊട്ട് 10 കിഷ്മിഷ് കഴിക്കുക, 1 തൊട്ട് 2 അത്തിപ്പഴം കഴിക്കുക, 1 തൊട്ട് 2 ഡ്രൈ ഡേറ്റ്സ് കഴിക്കുക. ഇതെല്ലാം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അയൺ നല്ല എമൗണ്ടിൽ കിട്ടും. ഫോളേറ്റ് കിട്ടും, സിങ്ക് കിട്ടും, DHA കിട്ടും, പ്രോട്ടീൻ കിട്ടും. ഈ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന്റെ വെയിറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡെയിലി ബേസിസിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത് ഒരു ഹാബിറ്റായി മാറ്റുക. നെക്സ്റ്റ് ആണ് ഡയറി പ്രൊഡക്ട്സ്. പാലും പാൽ ഉൽപ്പന്നങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ വെയിറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മിൽക്ക്, യോഗേർട്ട്, ചീസ്, പനീർ, കേർഡ്, ഈവൻ ഐസ്ക്രീമും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ മിൽക്ക് പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോട്ടീൻ ലഭിക്കും. കൂടെ നിങ്ങൾ ഹൈഡ്രേറ്റഡും ആകും. നിങ്ങളുടെ കാൽഷ്യം റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ആകും. വൈറ്റമിൻ ഡിയും കിട്ടും. യോഗേർട്ട്, ചീസ്, കേർഡ് ഇതെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സും കിട്ടും. പ്രോബയോട്ടിക്സ് നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഒരു പരിഹാരം ആകും. കൂടെ തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റും ഹെൽത്തി ആകും. നെക്സ്റ്റ് ആണ് ലെഗ്യൂംസും ബീൻസും. അതിൽ എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും സോയാബീനും പയറുവർഗ്ഗങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ മൾട്ടി വൈറ്റമിൻ റിക്വയർമെന്റ് ഫുൾഫിൽ ആകും. ഇത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഫൈബർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും, പ്രോട്ടീനും കിട്ടും. ഇതെല്ലാം കുഞ്ഞിന്റെ വെയിറ്റ് കൂട്ടാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്സ് ഇതെല്ലാം നിങ്ങൾ ഡയറ്റിൽ എടുക്കുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും. സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ് നന്നായിട്ട് എടുക്കുമ്പോൾ ഫൈബർ, മിനറൽസ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരുപോലെ തന്നെ കിട്ടും. ഒപ്പം തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഫ്രൂട്ട്സ് നിങ്ങളെ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡൈജഷൻ നന്നാവും. ഒപ്പം ഇൻ ടേൺ കുഞ്ഞിന്റെ ഗ്രോത്തും കൂടും, കുഞ്ഞിന്റെ വെയിറ്റും കൂടും. ഡെയിലി സീസണൽ ഫ്രൂട്ട്സ് 1-2 കഴിക്കാൻ പ്രത്യേകം നിങ്ങൾ ഒരു ഹാബിറ്റ് ആയിട്ട് മാറ്റുക തന്നെ ചെയ്യണം. നെക്സ്റ്റ് ആണ് വെള്ളം നന്നായിട്ട് കുടിക്കുന്ന കാര്യം. വെള്ളം നന്നായിട്ട് നിങ്ങൾ പ്രഗ്നൻസിയിൽ മുഴുവൻ കുടിക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കും വെള്ളത്തിൽ എന്തുണ്ടായിട്ടാണ് അത് കുഞ്ഞിന്റെ വെയിറ്റ് കൂട്ടുന്നതെന്ന്. പക്ഷേ വെള്ളം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ. കാരണം നന്നായി വെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് കുഞ്ഞിൻ്റെ ചുറ്റിനുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അഡിക്വേറ്റ് ആകത്തുള്ളൂ. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറിയുടെ ടൈമിലും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അഡിക്വേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് താഴോട്ട് വരാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നിങ്ങൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നോർമൽ ഡെലിവറി ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അപ്പോഴും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നിങ്ങൾ എഗ്ഗ് കഴിക്കുന്നവരാണെങ്കിൽ എഗ്ഗ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതിൽ പ്രോട്ടീൻ, മൾട്ടി വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഒരു എഗ്ഗ് വീതം കഴിക്കുന്നത് ഒരുപാട് യൂസ്ഫുൾ ആണ്. കുഞ്ഞിൻ്റെ ഗ്രോത്തിന് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ എഗ്ഗ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എഗ്ഗ് നന്നായിട്ട് കുക്ക് ചെയ്ത് വേണം കഴിക്കാനായിട്ട്. ഹാഫ് ബോയിൽഡ് എഗ്ഗ് കഴിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം തന്നെ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊക്കെ ഒരു സ്പെഷ്യൽ ന്യൂട്രിയന്റ് അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞിന്റെ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ആക്കും. നെക്സ്റ്റ് ആണ് ഹോൾ ഗ്രീൻസിന്റെ കാര്യം. ഹോൾ ഗ്രീൻസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് കൂട്ടാനും ഒപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഫൈൻ പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം. മൈദ, ബ്രെഡ്, ബിസ്ക്കറ്റ്സ് ഒക്കെ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബിസ്ക്കറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും മൈദ അടങ്ങിയ സിമ്പിൾ ബിസ്ക്കറ്റ്സ് അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് പ്രോട്ടീൻ ബിസ്ക്കറ്റിലേക്ക് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുക.
ഡയറ്റിൽ മോഡിഫിക്കേഷൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഗർഭസ്ഥ ശിശു ഹെൽത്തി ആകുകയും നിങ്ങളുടെ കുഞ്ഞിന് നന്നായിട്ട് വെയിറ്റ് വെക്കുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം. ഇതിൽ കലോറി ഉണ്ട്, വൈറ്റമിൻ എ, B6, ഫോളേറ്റ് ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്തിന്, കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇതൊക്കെയാണ് ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ പ്രഗ്നൻസിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ്. ഇനിയും ഡയറ്റിൽ എന്തൊക്കെ പ്രഗ്നൻസിയിൽ എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. ആൽക്കോഹോൾ, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. രണ്ടാമതായിട്ട് കഫെയിൻ 200 mg നിങ്ങൾക്ക് എടുക്കാം. 200 mg കൂടുതൽ കഫെയിൻ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഒരു ദിവസം ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും 1-2 ഗ്ലാസ്സിൽ കൂടുതൽ ഒരു ദിവസം പ്രഗ്നൻസിയിൽ എടുക്കുന്നത് അത്ര നല്ലതല്ല. മൂന്നാമതായിട്ട് ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ് ഫുഡ് ഇതെല്ലാം മാക്സിമം നിങ്ങൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡ് റീപ്ലേസ് ചെയ്ത് അവിടെ ഹെൽത്തി ഫുഡ്സ് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൂടും, കുഞ്ഞിന്റെ വെയിറ്റ് കൂടുകയുമില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് എക്സസൈസിന്റെ കാര്യം നമുക്ക് പറയാം. നിങ്ങളുടെ ഒരു നോർമൽ പ്രഗ്നൻസി ആണ്, കോംപ്ലിക്കേറ്റിംഗ് ഫാക്ടർ ഒന്നും തന്നെ നിങ്ങൾക്കില്ല എങ്കിൽ ഡെയിലി വാക്കിംഗ് ഒരുപാട് നല്ലതാണ്. ബ്രീതിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഓക്സിജൻ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ഒരുപാട് നല്ലതാണ്. കുഞ്ഞിൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്തി ആയിട്ട് വെക്കാനും കൂട്ടാനും ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യത്തിലോട്ടാണ് ഇനിയും നമ്മൾ പോകുന്നത്, റെസ്റ്റിൻ്റെ കാര്യം. അഡിക്വേറ്റ് ഉറക്കം ഡെഫിനറ്റ്ലി പ്രഗ്നൻസിയിൽ യൂസ്ഫുൾ ആണ്. ബെഡ് റെസ്റ്റ് വേണം എന്നല്ല പറയുന്നത്. രാത്രിയിൽ 6 തൊട്ട് 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് 1 തൊട്ട് 2 മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. ഒരു പ്രോബ്ലവും ഇല്ല. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉച്ചയുറക്കം അത്ര നല്ലതല്ല പ്രഗ്നൻസിയിൽ എന്ന്. എപ്പോഴും ഉറങ്ങാനല്ല പറയുന്നത്. ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ശരീരത്തിന് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ നല്ല ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉറങ്ങാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഗ്നൻസിയിലും നിങ്ങളുടെ കുഞ്ഞിനും ഒരു പ്രോബ്ലവും വരില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ ബ്ലഡ് ഫ്ലോ യൂട്രസിന്റെ അങ്ങോട്ട് കൂടുതൽ പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് കുഞ്ഞിന്റെ ഗ്രോത്ത് കൂടും. ലെഫ്റ്റ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നതാണ് ബെറ്റർ എങ്കിൽ പോലും അത് മുന്നോട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ആയി പോയിട്ട് ഒരു 5 തൊട്ട് 6 മാസം എത്തിക്കഴിയുമ്പം ചെയ്താൽ മതി. ആദ്യത്തെ 5 മാസമൊക്കെ നിങ്ങൾക്ക് നേരെയോ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എങ്ങനെ വേണേലും നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് കിടക്കാവുന്നതാണ്. പിന്നെ 6 മാസം തൊട്ട് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. എന്നാലും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുക. അത് അത്യാവശ്യമാണ്. കാലിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ മുന്നിൽ ഒരു ചെയർ കൂടി വെച്ച് അതിൽ കാല് എടുത്തു വെക്കുക. അപ്പോൾ സ്വെല്ലിംഗ് കുറച്ച് കുറയും. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാം, ടെൻഷൻ്റെ കാര്യം. ടെൻഷൻ ഒന്നുമില്ലാതെ പോസിറ്റീവ് മൈൻഡോടെ ഹാപ്പി ആയി വേണം പ്രഗ്നൻസി പീരീഡ് മുഴുവൻ ഇരിക്കാനായിട്ട്. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഫീമെയിൽ ഹോർമോൺസ് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഗ്നൻസിയിലുള്ള കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആകെപ്പാടെ താളപ്പഴിയായി പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം മാക്സിമം ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് തോട്ട് എല്ലാം മൈൻഡിൽ നിന്ന് മാറ്റി പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുക. പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാകുമ്പോൾ തന്നെ കുഞ്ഞിനത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഇഷ്ടമുള്ള ഹോബീസ് ഈ സമയം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിനോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നാണ് റിസർച്ചേഴ്സ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതെല്ലാം ഗർഭസ്ഥ ശിശുവിൻ്റെ ഗ്രോത്തിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഒരുപാട് ആൻറ്റിനേറ്റൽ സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ടാകും. അയൺ, കാൽഷ്യം, B12, പ്രോട്ടീൻ പൗഡർ. കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറവാണെങ്കിൽ പിന്നെയും സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ടാകും. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവാണെങ്കിൽ ആർജിനിൻ തന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് തന്ന എല്ലാ സപ്ലിമെൻറ്റ്സും സപ്പോർട്ടീവ് മെഡിസിൻസും നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അയൺ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കൂടും. അപ്പോൾ കുഞ്ഞിൻ്റെ അങ്ങോട്ട് പോകുന്ന ഓക്സിജൻ സപ്ലൈ കൂടും. കുഞ്ഞിൻ്റെ ഗ്രോത്തും നല്ലതാകും. നിങ്ങൾ കാൽഷ്യം ടാബ്ലറ്റ്സും വൈറ്റമിൻ ഡിയും ഒക്കെ എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബോൺസും സ്ട്രോങ് ആവും, കുഞ്ഞും ഹെൽത്തി ആകും.
നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ പ്രോട്ടീനും കൂടും, ഒപ്പം തന്നെ കുഞ്ഞിന്റെ ഗ്രോത്തും ബെറ്റർ ആകും. അപ്പോൾ ഈ എല്ലാ സപ്ലിമെന്റ്സും നിങ്ങളുടെ ഡോക്ടർ തന്നതുപോലെ തന്നെ കറക്റ്റ് ഡോസിൽ എടുക്കാൻ നിങ്ങൾ ആരും തന്നെ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഗർഭസ്ഥ ശിശുവിന് എങ്ങനെയൊക്കെ വെയിറ്റ് കൂട്ടാൻ സാധിക്കും, ഗർഭസ്ഥ ശിശു നന്നായിട്ട് ഗ്രോ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വേറെ എന്തെങ്കിലും ടോപ്പിക് ബേസ്ഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ